ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. നമ്മളിപ്പോൾ ഉള്ളത് ഓസ്ട്രിയയിലത്തെ ഇൻസ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങൾ വെനീസിൽ നിന്ന് മ്യൂണിക്ക് വഴി ഈ ഒരു റൂട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇൻസ്ബർഗിൽ ചെറിയൊരു ബ്രേക്ക് എടുത്തു കേട്ടോ. മെയിനായിട്ട് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടുന്ന് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സീനറീസ് കാണാൻ പറ്റും കേട്ടോ. ഇൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റിവർ മെയിനായിട്ട് ഈ ഒരു സെൻറ്ററിലൂടെയാണ് ഒഴുകുന്നത്. ഭയങ്കര ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു റിവറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി വ്യൂ പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന്. നമ്മൾ ശരിക്കും വെനീസിലേക്ക് ഇറ്റലിയിലേക്ക് ഓൺ റോഡ് പോകുമ്പോൾ ഇൻസ്ബർഗ് കൂടിയിട്ടാണ് പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് സിറ്റി ഏരിയയിലേക്ക് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് വഴി പോകാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഇൻസ്ബർഗ് ടച്ച് ചെയ്തിരുന്നില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വിചാരിച്ചു എന്തായിരുന്നാലും ഈ ഒരു ഏരിയയിലേക്ക് വരാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു പോയിൻ്റാണ്. ഇത് മെയിനായിട്ട് ഇൻസ്ബർഗ് സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. ആ ഓപ്പോസിറ്റ് സൈഡിൽ ആ മൗണ്ടൻ നോക്കും എന്ത് രസമാണെന്ന്. നമുക്ക് സമ്മർ സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിലും പതിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കുറച്ച് മഞ്ഞൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കളേർഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി എന്ന് പറയുന്നത്. മെയിൻ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ക്ലൈമറ്റൊക്കെ ബെറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഒരു സെൻറ്ററും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നടന്നു ചെല്ലുന്നത് ആ ഒരു റിവർ സൈഡാണ്. അപ്പോൾ ഇൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റിവർ ഇതിലൂടെയാണ് ഒഴുകുന്നത് കേട്ടോ. അപ്പോൾ കൊച്ചു കൊച്ചു ബ്രിഡ്ജായിട്ടാണ് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ അവിടെ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ള സെൻറ്ററാണ്. കുറേ ഷോപ്പിംഗ് ഏരിയസൊക്കെയാണ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ ആ പറഞ്ഞ വ്യൂ പോയിൻ്റ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സൺലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ടും ക്ലൗഡി ആയതുകൊണ്ടും നമുക്ക് അത്ര കളർഫുള്ളായിട്ട് തോന്നുന്നില്ല. നമ്മളൊരു ഈവനിങ് ഒരു 4:35 ഒക്കെ ആയപ്പോഴാണ് ഇവിടേക്ക് എത്തിയത് കേട്ടോ. ഇവിടെ നിന്ന് ഇതാ കണ്ടു ആ ഒരു റിവർ സൈഡിൽ നമ്മൾ ശരിക്കും ആ ബാക്ക് സൈഡിൽ ആ ഒരു മൗണ്ടെയിനും ആ ബിൽഡിങ്സും ബ്രിഡ്ജൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വഴി പോകുമ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ അത്. ഓസ്ട്രിയയിലെ ഒരുപാട് ബ്യൂട്ടിഫുൾ സിറ്റീസ് ഉണ്ട്. അതിനകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് പറയുന്നത് ഇൻസ്ബർഗ് ആണ് കേട്ടോ. കാണാൻ നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് വൺ ഓഫ് ദ ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ലേക്കാണ് കേട്ടോ. ഇത് സ്വിറ്റ്സർലാൻഡിലൂടെയും ഓസ്ട്രിയയിലൂടെയും ജർമ്മനിയിലൂടെയാണ് ഒഴുകുന്നത്. ഇത് ശരിക്കും ദാനൂബ് എന്ന് പറഞ്ഞ റിവറിൻ്റെ ഒരു സ്ട്രീമായിട്ടാണ് ഒഴുകുന്നത് കേട്ടോ. ഇത് തേർഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ദാനൂബിൻ്റെ തന്നെ വൺ ഓഫ് ദി സ്ട്രീം വാട്ടറാണ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു കുറച്ച് ഗ്രീനിഷ് കളറിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടുത്തെ ഈ ഒരു വാട്ടറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും സ്വിസ് ആൽപ്സ് ആണ് കേട്ടോ. അവിടുത്തെ ആൽപ്സിൻ്റെ മൗണ്ടെയിൻസിൽ നിന്ന് വരുന്ന വാട്ടറാണ് ഇങ്ങനെ ഒഴുകുന്നത് കേട്ടോ. ഇത് 518 കിലോമീറ്റർ ലോങ് ആണ്. എന്ന് വെച്ചാൽ ചെറിയൊരു റിവറൊന്നല്ല. ഈ ഏരിയയിൽ വരുമ്പോൾ ഇത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം ഈ ഒരു ഏരിയയുടെ പ്രത്യേകതയാണ് കേട്ടോ. ബാക്ക് സൈഡിൽ മൗണ്ടെയിനും ആ കളേർഡ് ബിൽഡിങ്ങും ഒക്കെ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഒക്കെ കാണാൻ പറ്റാം. അപ്പോൾ മെയിൻ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റിവർ കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇവിടെ നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നേടിയിട്ടാണ്. നമ്മളൊരു 1 വീക്ക് വെനീസ് ട്രിപ്പിലായതുകൊണ്ട് തന്നെ അവിടെ കുറേ പിzzയും ബർഗറും പാസ്തയും ഒക്കെ കഴിച്ചത്. അപ്പോൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പൈസി അമ്മി ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. മസാല എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ലുക്ക് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ട്രഡീഷണൽ സെറ്റപ്പിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നമ്മളെപ്പോഴും തോന്നും നമ്മൾ വേറെ സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് ഉൾഭാഗത്തേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടായിരിക്കും ഇവർ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇന്ത്യൻ കൾച്ചറും കുറേ പിക്ചേഴ്സും ഒക്കെ ആയിട്ട് മെയിനായിട്ട് ബെർലിൻ സിറ്റിയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ. ഇവിടെ അധികം മെനു ഫുഡൊന്നുമില്ല. എന്നാലും മെയിനായിട്ട് ബിരിയാണി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അവർ സജസ്റ്റ് ചെയ്തത് ഇവിടുത്തെ മാംഗോ ലസ്സി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ ഓർഡർ ചെയ്തത്. അതിലെന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു മാംഗോ ലസ്സി കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു റൈത്ത ഒരു സലാഡ് വന്നിട്ടുണ്ടായിരുന്നു. സലാഡും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതിനകത്ത് ആലു പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പാലക് പനീറും കൂടിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ബിരിയാണി എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. നല്ല സ്പൈസി ആയിരുന്നു. നമ്മൾ സ്പൈസി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത്. നോർമലി ഇവിടെ നമ്മൾ സ്പൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇന്ത്യൻസിന് അത്ര സ്പൈസി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവർ ശരിക്കും ആ ഒരു ഇന്ത്യൻ സ്പൈസിനെസ് നമുക്ക് തന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി എരിവ് കൂടുതലായിട്ട് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ 1 വീക്കൊക്കെ സ്പൈസി ഫുഡ് തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിരുന്നു. പക്ഷേ ടേസ്റ്റൊക്കെ കുറേ കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല യമ്മി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ സ്പൈസിനെസ് ലെവൽ കൃത്യമായിട്ട് പറയണം കേട്ടോ, അതല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു സാലാഡും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടു. പക്ഷേ ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഓരോ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും അവരുടേതായിട്ടുള്ള സ്റ്റൈലിലുള്ള ഫുഡാണല്ലോ കിട്ടുക. ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും പിന്നെ നോർത്ത് ഇന്ത്യൻ ബിരിയാണി, സൗത്ത് ഇന്ത്യൻ ബിരിയാണിയിലൊക്കെ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചായ ആയിരുന്നു ഇവിടുത്തെ. ഇത് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ മാത്രം ചെന്നാൽ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല കോൾഡ് വെതറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചൂട് ചായ, മസാല ചായ കുടിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മെയിനായിട്ട് ആ ഒരു സെൻറ്ററിലൂടെ തന്നെയാണ് പോവാം. ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു മൗണ്ടെയിനും ആ ഒരു ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റും. ഇൻസ്പെറിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അതാ കാണാൻ പറ്റുക. അപ്പോൾ അത് കാണാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ കുറച്ച് ക്ലൈമറ്റ് കുറച്ച് ഡള്ളായതുകൊണ്ടും രാത്രി ആവുന്നതുകൊണ്ടും തന്നെ നമുക്ക് എത്രത്തോളം നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ചെറുതായിട്ട് മഴയുടെ ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഏരിയയിലേക്ക് പോയി നോക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് മരിയ തെരേസിയൻ സ്ട്രാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടബിൾ സ്ട്രീറ്റ് ആണ് കേട്ടോ. കൂടുതൽ ഷോപ്സൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സീനിക് ആയിട്ടുള്ളൊരു ഏരിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് മെയിൻ സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് സമയം കറങ്ങാണ് കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. ഇപ്പോൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടെയിനും ചെറുതായിട്ട് ആ ഒരു ഫോഗൊക്കെ കാണാൻ പറ്റും. പക്ഷെ രാത്രി ആവുന്നതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നതുകൊണ്ടും കുറച്ച് ക്ലൗഡി ആയതുകൊണ്ടൊക്കെ നല്ലൊരു വിസിബിലിറ്റി ഇല്ല. ഡേ ടൈം ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്ട്രീറ്റാണ്. ഇവിടെ മെയിനായിട്ട് നമുക്ക് ഷോപ്സും കുറേ ഔട്ട്ഡോർ കേവ്സും സീനിക് വ്യൂ അതൊക്കെയാണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാനും ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ കുറച്ച് സമയം ഡ്രൈവ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഒരിക്കലും വരുമ്പോൾ എന്തായിരുന്നാലും ഡേ ടൈമിൽ വരണം. ഇൻസ്ബർഗ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് തീരെ കൊള്ളാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. കാരണം നമ്മളിനി ഇവിടുന്ന് മ്യൂണിക്ക് ചെല്ലണം. മ്യൂണിക്കിൽ നിന്നാണ് നമ്മൾ ബെർലിനിലേക്ക് പോണത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂറിൻ്റെ ജേർണി ഉണ്ട് മ്യൂണിക്കിലോട്ട്. മഴ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി സമയം മഴയൊക്കെ ആകുമ്പോഴും നമുക്ക് ഡ്രൈവ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സമയം കളയാണ്. ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ ഒരു 5 to 10 minutes ഒക്കെ ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗെയിൻ. ബൈ.